ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. മഹാഭാരതത്തിന്റെ വ്യാഖ്യാനത്തില് പൗലോമ പർവത്തില് ഭാരത സംഗ്രഹത്തെ പറ്റിയിട്ട് വിവരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്, പാരായണം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഓരോ പർവത്തിലെയും പ്രധാന സംഭവങ്ങളെ സൂചിപ്പിക്കുകയാണ്. അതില് സഭാപർവത്തെ പറ്റിയിട്ട് അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് സംഗ്രഹിച്ച് സൂചിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ പാരായണത്തിൽ ഇന്ന് കേട്ടത്. മയൻ ഇന്ദ്രപ്രസ്ഥത്തെ നിർമ്മിക്കുന്നു പാണ്ഡവർക്കായിക്കൊണ്ട് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച്. പിന്നീട് രാജസൂയ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുക. അവിടെ നാരദൻ യുധിഷ്ഠിരനെ സമീപിച്ചുകൊണ്ട് രാജസൂയത്തിനായിട്ടുള്ള കാര്യങ്ങളെ ബോധിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശാനുസരണം പാണ്ഡവന്മാര് ദിഗ്വിജയമൊക്കെ നേടുന്നു. ഭീമസേനനെ കൊണ്ട് ജരാസന്ധനെ കൊല്ലിക്കുന്നു. അങ്ങനെ രാജസൂയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ രാജസൂയ മധ്യത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ശിശുപാലന്റെ ആ നിഗ്രഹം, പിന്നീട് രാജസൂയം പൂർത്തീകരിച്ചുകൊണ്ട് നടത്തുന്ന അവവൃത സ്നാനത്തിന്റെ കഥ, അവിടെ ദുര്യോധനന് പറ്റുന്ന ആ അപമാനം, മാനഭംഗം, അതിൻ്റെ കാര്യങ്ങൾ, അതേ തുടർന്ന് ഉണ്ടാകുന്ന ശകുനിയുടെ പ്രധാന നേതൃത്വത്തിലുള്ള കൗരവന്മാരുടെ ചതി, ചൂതുകളി, ഭഗവാൻ പാഞ്ചാലി ദേവിയെ അനുഗ്രഹിക്കുന്നത്, പിന്നീട് പാണ്ഡവന്മാര് വനവാസം ഒക്കെ നടത്തുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഒരു ഭാഗത്ത് നമ്മൾ സഭാപർവത്തില് കേൾക്കുന്നത് എങ്കിൽ, പിന്നീട് ആരണ്യ പർവത്തിലേക്ക് കടക്കുമ്പോൾ സൂര്യഭഗവാനെ തപസ് ചെയ്തുകൊണ്ട് അക്ഷയപാത്രം പാണ്ഡവന്മാര് നേടിയെടുക്കുന്ന കഥ, പിന്നീട് അർജുനൻ തപസ്സാചരിക്കുന്നത്, അവിടെ ശിവപാർവതിമാര് കിരാതവേഷത്തിൽ വരുന്നതും അവരുമായിട്ട് അർജുനൻ കലഹമുണ്ടാക്കുന്നതും, പിന്നീട് പാശുപതാസ്ത്രം നേടിയെടുക്കുന്നതും, അതേ തുടർന്ന് ദേവലോകത്തേക്കൊക്കെ പോകുന്ന അർജുനന്റെ കാര്യങ്ങള്, കഥകള്, ഉർവശിയിൽ നിന്ന് അർജുനൻ ലഭിക്കുന്ന ശാപം, അസുരന്മാരെയൊക്കെ, ദേവന്മാരുടെ എതിരാളികളായിരുന്ന അസുരന്മാരെയൊക്കെ അവിടെ പാർത്ഥൻ ജയിക്കുന്ന കാര്യങ്ങൾ, പിന്നീട് കേൾക്കുന്നത് അഗസ്ത്യ മഹർഷിയുടെ കഥ, ശിബിയുടെ കഥ, ഋഷ്യശൃംഗന്റെ ചരിതങ്ങള്, കാർത്തവീര്യന്റെ കഥ, അതേ തുടർന്ന് സുകന്യോപാഖ്യാനത്തിലൂടെ ചവന മഹർഷിയുടെ കഥയും നമ്മൾ കേൾക്കും. വ്യാസത്യന്മാർ അല്ലെങ്കിൽ അശ്വിനി ദേവകളിൽ നിന്ന് അനുഗ്രഹം നേടി ആ ചവന മഹർഷി തൻ്റെ ആ അന്ധത്വവും വൃദ്ധത്വവുമൊക്കെ മാറ്റിക്കൊണ്ട് യുവാവായിട്ട്, യുവകോമളനായിട്ട് മാറുന്ന കഥകള് സുകന്യോപാഖ്യാനത്തിലൂടെ നമ്മൾ കേൾക്കും. പിന്നീട് സൗഗന്ധിക പുഷ്പം തേടിക്കൊണ്ട് ഭീമസേനൻ പോകുന്നതും, ഇടയ്ക്ക് വെച്ച് ഹനുമാനെ കാണുന്നതും, അവർ തമ്മിൽ നടത്തുന്ന സംവാദാദി കാര്യങ്ങള്, അതും ഒരു പ്രധാന ഭാഗം തന്നെയാണ്. പിന്നീട് ഗന്ധർവന്മാര് ദുര്യോധനനെ ബന്ധിക്കുന്നതും പാണ്ഡവന്മാര് വന്ന് അവരെ മോചിപ്പിക്കുന്നതും, ജയദ്രഥൻ ദ്രൗപദിയെ ഹരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നതും, പിന്നീട് ബന്ധനസ്ഥലത്ത് ആകുന്നതുമായിരിക്കുന്ന കഥകള്, പിന്നീട് കേൾക്കുന്നത് മാർക്കണ്ഡേയ മഹർഷി ധർമ്മപുത്രരെ സമീപിച്ചുകൊണ്ട് പല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാര്യങ്ങള്, ഭീഷ്മ ദ്രോണ കഥകള്, ഇന്ദ്രദ്യുമ്നന്റെ കഥ, കർണൻ ദാനശീലനായിരിക്കുന്ന കർണൻ തൻ്റെ കവചകുണ്ടലങ്ങള് ദാനം ചെയ്യുന്ന കഥ, അതിലൂടെ ശക്തി എന്ന് പറയുന്ന ദിവ്യമായിരിക്കുന്ന ആയുധത്തെ അദ്ദേഹം സമ്പാദിക്കുന്നത്, പിന്നീട് ഭീമാദികള് മരിച്ചു വീഴുന്നത്, വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് പോകുന്ന അവസരത്തിൽ അവര് ഒന്ന് മരിച്ചു വീഴാനൊക്കെ ആയിട്ട് ഇടയായി. പിന്നീട് യക്ഷനുമായിട്ട് ധർമ്മപുത്രർ ഒരു സംവാദമൊക്കെ നടത്തി തൻ്റെ ആ സഹോദരന്മാരെ അദ്ദേഹം പുനർജീവിപ്പിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് പിന്നീട് നമ്മൾ ഈ ആരണ്യ പർവ്വത്തിൽ കേൾക്കുക. ഇനിയുള്ള പർവ്വങ്ങളെ പറ്റിയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു.